ഏത് പുതിയ പെരഞ്ഞെടുക്കുകയാണെങ്കിലും ഇത്രയും ഭാഗം അടുത്തുള്ള ഭാഗം സൺസൈഡ് വെക്കുകയും വേണ്ട. ഈ ഭാഗത്ത് ഷീറ്റ് ഇടാവുന്നതാണ്. അതുകൊണ്ട് ഈ വീട്ടാണെങ്കിൽ പൊന്തിക്കാൻ വിറ്റാണ് ഇപ്പം ഒരുവിധം വീടിന്റെ ബാക്കിൽ അടുക്കള ഭാഗത്ത് കംപ്ലീറ്റ് ഷീറ്റ് ഇടും ഇല്ലേ? ഏതെങ്കിലും ഒരു പെരക്കിടാത്ത കണ്ടോ? എല്ലാ പെരക്കും ഷീറ്റ് ഇടുന്നുണ്ട്. കിച്ചണിന്റെ ഭാഗം മൊത്തം ഷീറ്റ് ഇടുന്നുണ്ട്. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾ ഓരോ വീടും ശ്രദ്ധിച്ചു നോക്കി, എല്ലാ വീട്ടിലും കിച്ചണിന്റെ ഭാഗം ഷീറ്റ് ഇട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഇനി എടുക്കുന്നവരാണെങ്കിൽ ഈ സൺസൈഡ് ആ സൺസൈഡ് രണ്ട് സൺസൈഡിന്റെ ആവശ്യമില്ല. ഷീറ്റ് ഇട്ടേക്കാണെങ്കിൽ അതിന്റെ ചോട്ടിൽ ഇങ്ങനെ മാറാമിൽ ഇതൊക്കെ പിടിച്ചങ്ങനെ നടക്കും. കാര്യം ഉണ്ടാവില്ല. ഈ സ്റ്റെപ്പുമ്പൊക്കെ വെള്ളം വരുന്നതുകൊണ്ട് എന്തായാലും ഈ ഇത്രയും ഭാഗം ഷീറ്റ് എന്തായാലും ഇടും ഇല്ലേ? ഷീറ്റ് ഇടും. എല്ലാ പേരുടെ കിച്ചണിന്റെ ഭാഗം ഷീറ്റ് ഇടും. എല്ലാവരും പേര് ഇത്രയും ചിലവുണ്ടെങ്കിൽ ഇതിപ്പോൾ എന്തായാലും ഇതൊക്കെ പാട് കൂട്ടി കൂടാണെങ്കിൽ 10-50 റുപ്യൻ്റെ ചിലവ് ചുമ്മാ വരും. നമ്മൾ ആ തണ്ണിൻ്റെ ചോട്ടിൽ നിന്നാണ് ഷീറ്റ് ഇടുക. അപ്പോൾ പുതിയതായിട്ട് ആരും വീട് എടുക്കുകയാണെങ്കിൽ കിച്ചണിന്റെ ഭാഗത്ത് എന്തായാലും ഷീറ്റ് ഇടുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് നിങ്ങൾ സൺസൈഡ് വെക്കണ്ട. ആ പൈസ കൊണ്ട് ഷീറ്റ് ഇടാം. ആ പൈസ കൊണ്ട് ഷീറ്റിലേക്ക് കയറ്റാം. 50 റുപ്യ ഉണ്ടെങ്കിൽ ഇത്രയും ഭാഗം ഷീറ്റ് ഏറെ കുറെ തീരുമാനമാവും. ഇത്രയും ഭാഗം ഫുള്ളായിട്ട് ഇടാൻ പറ്റും. അത് നോക്കി എന്തായാലും ഒരു കൂടെ ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ഷീറ്റ് ഇടുന്ന പൈസ ഇപ്പോൾ 2 സ്ലാബുമ്മ പോയി. സ്ലാബ് പോയി. അത് ഉപകാരമില്ല. അപ്പോൾ ഇനി ഇതേമാതിരി പെരപ്പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെരപ്പണി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതേമാതിരി കിച്ചണിന്റെ ഭാഗത്ത് സൺസൈഡ് വെക്കണ്ട. ഓക്കെ, ആ സൺസൈഡിന്റെ പൈസ കൊണ്ട് ഷീറ്റ് ഇടാം. ഷീറ്റ് ഇടാം. അതാണ് പോയിന്റ്. അതാണ്